രാഷ്ട്രീയമുണ്ടോ? ഉണ്ടെന്നാണ് ബംഗാളിന്റെ ചരിത്രം പറയുന്നത്. കൊൽക്കത്തയിലെ പ്രശസ്തമായ ചുവന്ന കെട്ടിടത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ കാണുന്നത് വെറുമൊരു ഭരണ കേന്ദ്രമല്ല, പതിറ്റാണ്ടുകൾ നീണ്ട പോരാട്ടങ്ങളുടെ മൗനസാക്ഷിയെയാണ്. അധികാരം മാറുമ്പോൾ ഒരു നഗരത്തിന്റെ പെയിന്റ് ബ്രഷുകൾ ചലിക്കുന്നത് എന്തിനാണ്? വിപ്ലവത്തിന്റെ ചുവപ്പിൽ നിന്ന് സമാധാനത്തിന്റെ നീലയിലേക്കും ഇപ്പോൾ മറ്റൊരു മാറ്റത്തിന്റെ വക്കിലേക്കും നിൽക്കുകയാണ് ബംഗാൾ. കെട്ടിടങ്ങളുടെ നിറം മാറുന്നത് വെറുമൊരു മൂടി പിടിപ്പിക്കലാണോ, അതോ ആഴത്തിലുള്ള രാഷ്ട്രീയ തന്ത്രമാണോ? നമുക്കൊന്ന് പരിശോധിക്കാം. 1977 മുതൽ 2011 വരെ നീണ്ട ഇടതുമുന്നണി ഭരണകാലത്ത് ചുവപ്പ് നിറം ബംഗാളിന്റെ രാഷ്ട്രീയ സാംസ്കാരിക മുഖമായി മാറി. മാർക്സിസ്റ്റ് ആശയധാരയുമായി ബന്ധിപ്പിക്കപ്പെട്ട ഈ നിറം സർക്കാർ കെട്ടിടങ്ങൾ മുതൽ പൊതുസ്ഥലങ്ങളിലേക്കും വ്യാപിച്ചു, നഗരത്തിന്റെ ദൃശ്യഭാഷയെ തന്നെ നിർവചിച്ചു. എന്നാൽ 2011 മമതാ ബാനർജി അധികാരത്തിലെത്തിയതോടെ ഈ ദൃശ്യലോകം നീല, വെളുപ്പ് നിറങ്ങളിലേക്ക് പിന്നീട് മാറി. സർക്കാർ അടിസ്ഥാന സൗകര്യങ്ങൾ വ്യാപകമായി പുനർനിറപ്പെടുത്തുകയും പിന്നീട് ഭരണകേന്ദ്രം നബന്നയിലേക്ക് മാറ്റുകയും ചെയ്തത് പുതിയ ഭരണത്തിന്റെ പ്രതീകാത്മക ദിശയെ വ്യക്തമാക്കുന്നു. ഇപ്പോൾ 2026 തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ കാത്തിരിക്കുന്ന ഈ നിമിഷത്തിൽ ഭാരതീയ ജനതാ പാർട്ടി മുന്നേറ്റം നേടുമെന്ന സൂചനകൾ ബംഗാളിന്റെ ഭാവിയെക്കുറിച്ചുള്ള ഒരു പുതിയ ചോദ്യം ഉയർത്തുകയാണ്. ഇനി നഗരത്തിന്റെ നിറം എന്താകും? ഒരിക്കൽ ചുവപ്പിൽ മുങ്ങിയിരുന്ന തെരുവുകൾ നീളത്തിലേക്ക് മാറിയതുപോലെ ഇനി കാവ്യ ആകാശത്ത് പടർന്നു കയറുമോ? അല്ലെങ്കിൽ ബംഗാൾ തന്നെ നിലവിലെ ദൃശ്യ സ്വഭാവം തന്നെ നിലനിർത്തുമോ? രാഷ്ട്രീയ ഫലങ്ങൾ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ അത് വെറും സീറ്റുകളുടെ കണക്ക് മാത്രമല്ല, നഗരത്തിന്റെ ചുവരുകൾ, പാലങ്ങൾ, പൊതുസ്ഥലങ്ങൾ എല്ലാം ചേർന്ന് പറയുന്ന ഒരു പുതിയ കഥയുടെ തുടക്കം തന്നെയായിരിക്കും. ബംഗാളിന്റെ രാഷ്ട്രീയം എന്നും പോലെ ഇത്തവണയും ഒരു ചോദ്യമായി തന്നെ നിൽക്കുന്നു. അധികാരം ആരുടെയാകും എന്നതിലുപരി ആ അധികാരം നാളെ നമ്മൾ കാണുന്ന ബംഗാളിന്റെ നിറം എങ്ങനെ മാറ്റുമെന്നതാണ് യഥാർത്ഥ കൗതുകം.